അസ്സലാമലൈക്കും. ചെറിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ കുക്കിംഗ് ആട്ടോ. അപ്പോൾ നൈറ്റിന്ന് ചോറിന് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായി. കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ വെളിച്ചെണ്ണ കണ്ടു. ഞാൻ ജ്യൂസ് പാഴ്സൽ വാങ്ങിച്ചൊരു കുപ്പിയില്ല, അതിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടു. ഇങ്ങനെ പൊട്ടിയതിന് ശേഷം നമ്മളിവിടെ സവാള ചേർക്കണം. സവാളയും കോവയ്ക്കയും കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. സവാള ഞാൻ അങ്ങനെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. കുറച്ച് വേപ്പിൻ്റെ ഇല ആകെ 2 ഉണ്ടായുള്ളൂ. അപ്പോൾ ആ വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സവാള ഒരു ബ്രൗൺ കളറായപ്പോൾ ഇനി നീളനെ അരിഞ്ഞ് വെച്ച കോവയ്ക്കാണ് കേട്ടോ, അത് ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഭയങ്കര സ്ലോയിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും മൂടി വെക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേന് നന്നായി കുക്കായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇനി നെക്സ്റ്റ് ഒന്നും കൂടിയും തുറന്നു കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വെളുത്തുള്ളി പൊടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം വെളുത്തുള്ളി എൻ്റെ കയ്യിൽ റോ ആയിട്ടുണ്ടായിരുന്നില്ല, പൊടിയായിരുന്നു. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയുടെ പൊടിയും കൂടി ആഡ് ചെയ്ത്, വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടി അടച്ച് വെച്ചപ്പോൾ അടിപൊളി ടേസ്റ്റിൽ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോൾ ചോറിൻ്റെ കൂടി ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.